നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ രസകരമായ ഒരു വീഡിയോ കണ്ടു കേട്ടോ. നമ്മുടെ കേരളത്തില് ഒരു സമരം നടത്തുന്ന ആളുകൾ ഒരു ചെറുപ്പക്കാരനെ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് തടഞ്ഞു നിർത്തുകയാണ്. പോലീസുകാരൻ നിസ്സഹായരാണ്. കാരണം രാഷ്ട്രീയക്കാരുടെ മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ തടഞ്ഞു നിർത്തിയിട്ട് ഈ പയ്യനോട് പറയുന്നതാണ്, അപ്പൊ അവൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. സമരത്തിന്റെ കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര പ്രധാനപ്പെട്ട കാരണമാണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം അവൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അവൻ പറയാണ്, എനിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു. അപ്പൊ സമരക്കാരനോട് പറയണം, വെറും 5 മിനിറ്റ് നിന്നോടൊന്ന് നിൽക്കാനല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞല്ലോ, ഇനി നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ വാശിയോട് കൂടി അവനെ പിടിച്ചെടുത്താണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് സമയമാണ്. സമയത്തെ പറ്റി ഞാൻ നമ്മുടെ മലയാളികൾ ബോധവാന്മാരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 5 മിനിറ്റ് പിടിച്ചു നിർത്തുന്നവരും ഒരു ദിവസം സമരം നടത്തുന്നവരും ഒക്കെ സമയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നും ഞാൻ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് ഉദാഹരണം കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ഉദാഹരണം കുറവാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ടോക്കിയോയിലേക്ക് കൊണ്ടുപോവുകയാണ്. ടോക്കിയോ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു നഗരമാണ്. ഒസാക്ക എന്ന് പറയുന്നത് ജപ്പാനിൽ അതുപോലെ തന്നെ പ്രധാനമുള്ള മറ്റൊരു നഗരമുണ്ട്. ഈ ടോക്കിയോയും ഒസാക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 3 മാർഗങ്ങളുണ്ട്. ഒന്ന് റോഡിലൂടെ ബസ് വഴി പോകുന്നത്, 2 ഫ്ലൈറ്റ്, പിന്നെ 3 ജപ്പാന്റെ പ്രശസ്തമായ ബുള്ളറ്റ് ട്രെയിൻ. ഈ 3 മാർഗങ്ങളിലും ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് ഈ ബുള്ളറ്റ് ട്രെയിനാണ്. ഞാൻ ആദ്യം ഇതിന്റെ സമയം ഒന്ന് പറയാം. റോഡ് വഴി പോയാൽ ഒരു സിറ്റിയിൽ നിന്ന് മറ്റു സിറ്റിയിലോട്ട് എത്താൻ 6.5 മണിക്കൂർ എടുക്കും. ഫ്ലൈറ്റ് വഴി പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ് പറയുന്നത്. പക്ഷേ എന്നാൽ എയർപോർട്ടിലേക്ക് പോകണം, തിരിച്ച് സിറ്റി സെൻറ്ററിലേക്ക് വരണം, അതിന് അഡീഷണൽ കോസ്റ്റിംഗ് വരും, സമയം വരും. അപ്പം അത് ഈ 1.5 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ ഒരു 2.5-3 മണിക്കൂർ വരെ പോയേക്കാം, ചിലപ്പോൾ 3.5 മണിക്കൂർ പോയേക്കാം. എയർപോർട്ടിൽ നേരത്തെ ചെന്ന് നിൽക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, സെക്യൂരിറ്റി ചെക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്. ഈ ട്രെയിൻ വഴി പോയി കഴിഞ്ഞാൽ, ബുള്ളറ്റ് ട്രെയിൻ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സമയം പറയുന്നത് 2.5 മണിക്കൂറാണ്. ഇനി ബുള്ളറ്റ് ട്രെയിനിനാണ് ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രയും തരുന്നത്. ഏറ്റവും എക്സ്പെൻസീവ്, ഏറ്റവും വില കൂടിയ യാത്ര ഈ ബുള്ളറ്റ് ട്രെയിൻ തന്നെയാണ്. പൈസ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ബസ്സിന് പോകാം, സമയം താമസിച്ച് പോകാം. പക്ഷെ എന്നിരുന്നാൽ പോലും പീക്ക് ടൈമുകളിൽ, നല്ല തിരക്കുള്ള സമയങ്ങളിൽ 1 മണിക്കൂറിൽ 16 ട്രെയിനാണ് ജപ്പാൻ, ഈ ബുള്ളറ്റ് ട്രെയിനാണ് 16 ട്രിപ്പാണ് 1 മണിക്കൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ട്രെയിനിന്റെ കപ്പാസിറ്റി ഏകദേശം 1323 ആളുകളാണ്. ആ 1323 ആളുകൾ ഒരു ട്രെയിനിൽ ഫില്ലായി. അങ്ങനെ 16 ട്രെയിനുകൾ ഒരു ദിവസം ഇട്ട് 21,000-ലധികം ആളുകളെ 1 മണിക്കൂറിൽ ഒസാക്കയിൽ നിന്നും ടോക്കിയോയിലോട്ടും ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്കും കൊണ്ടുവരും. ഇതേ ദിവസം ഈ എക്സ്പെൻസ് കൂടിയ ഈ ട്രെയിനിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നത് ഏകദേശം 5 ലക്ഷം ആളുകളാണ്. അപ്പൊ 5 ലക്ഷം ആളുകൾ ആ ട്രെയിനിൽ ഒരു സൈഡിലേക്ക് യാത്ര ചെയ്യുന്നു, തിരിച്ചും യാത്ര ചെയ്യുന്നുണ്ട്. ഏകദേശം 400 കോടി രൂപയാണ് ഈ ഒരു ദിവസം ഒരു സൈഡിലേക്ക് മാത്രം ആ യാത്ര കൊണ്ട് ഗവൺമെന്റിന് കിട്ടുന്ന ലാഭം. ഈ ലാഭം, ഈ 400 കോടി എന്ന് പറഞ്ഞാൽ ശരിക്കും 800 കോടിയാവും. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ച കണക്കുകളാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഈ ലാഭം, എന്തുകൊണ്ട് ഈ ലാഭം ഗവൺമെന്റിന് കിട്ടുന്നു? ആളുകൾക്ക് ഫ്ലൈറ്റിന് പോകാം അതിൽ കുറഞ്ഞ റേറ്റിൽ, എങ്കിലും ആളുകൾ എന്തുകൊണ്ട് ട്രെയിൻ യാത്രാ മാർഗമായി സെലക്ട് ചെയ്യുന്നു? മനസ്സിലായല്ലോ അല്ലേ? അവിടെ ലാഭിക്കുന്ന ആ ചുരുങ്ങിയ സമയം, ആ സമയത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ ബുള്ളറ്റ് ട്രെയിൻ പ്രധാനമായിട്ടും ഇതിന് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും. ഡൽഹിക്ക് പോകാൻ 3 ദിവസം എടുക്കും. നമുക്ക് 3 ദിവസം വേണ്ട, 2.5 മണിക്കൂർ കൊണ്ട് ഡൽഹി ചെല്ലാമെന്നുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കൂടുതൽ ആളുകളും ചാർജ് കൂടുതലാണെങ്കിൽ പോലും ഫ്ലൈറ്റിന് കയറും. അപ്പോൾ ഈ സമയം ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ രാജ്യക്കാർക്കും, നമുക്ക് മാത്രമല്ല എല്ലാ രാജ്യക്കാർക്കും. ഇന്ത്യ അതിവേഗം കുതിക്കുന്നു എന്ന് പറയുമ്പം ഇവിടെ ഇരുന്നിട്ട് ചില ആളുകൾ ഇരുന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ട് വലിയ, അങ്ങോട്ട് പോകല്ലേ, നീ എങ്ങടെ പോകണേ, അവിടെ നിൽക്ക്, അവിടെ ഇതൊക്കെ വലിയാണ്. അത് ശരിയല്ല. നമുക്ക് ഒരാൾക്ക് വേഗത്തിൽ പോകണമെന്നൊരു ആൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വേഗത്തിൽ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലെ ആളുകൾ ജോലിക്ക് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വരുമാനത്തിന് വേണ്ടി ആ ജോലിക്ക് പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചേക്കണം. അങ്ങനെ ഒരു സമരമുണ്ട്, ഒരു പ്രതിഷേധമുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നത് തീർച്ചയായിട്ടും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. താങ്ക് യു.